റസൂലിനെ കൊണ്ട് പിടിച്ചു നിൽക്കുന്ന ഒരാൾക്ക് ഒരു പ്രതിസന്ധിയും ഭയപ്പെടേണ്ടതില്ല. റസൂലിന്റെ കാര്യം ഏറ്റെടുത്തിട്ടുണ്ട്, എന്നെ റസൂൽ സഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ കണ്ട പേടി. എൻ്റെ മോഹം എന്താണ് മോഹം? ഞാൻ പറഞ്ഞില്ലേ, സൗദി രാജാവ് ബ്ലാങ്ക് ചെക്ക് കൊടുത്ത സംഭവം. രാജാവിൻ്റെ പാരിതോഷികം ഒരാൾ തരിയല്ലേ, മടക്കിയില്ല, വാങ്ങി. പിന്നെ ഹറമിലേക്കാണ് വന്ന് ഹറമിൽ തവാഫ് ചെയ്ത് ഇബാദത്ത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഒരു ബുക്ക് സ്റ്റാൾ കണ്ടു. ആ ബുക്ക് സ്റ്റാൾ ബ്ലാങ്ക് ചെക്ക് 50 കോടി എടുക്കാം. കാരണം രാജാവിന് അത്ര ഇഷ്ടമാണ് ഇയാളെ അത്രയും ഇഷ്ടമാണ്. ഞങ്ങളോട് പറഞ്ഞില്ലേ, ആഫ്രിക്കയിലെ കുഗ്രാമമായ സെനഗിലെ കൗലക്കിലേക്ക് ആര് പോയി? ഫൈസൽ രാജാവ് പോയി. സെനഗിലെ അന്നത്തെ രാജാവ് പറഞ്ഞു, നിങ്ങൾ പണ്ഡിതനെ അങ്ങോട്ട് വിളിപ്പിക്കാം, അങ്ങോട്ട് അത് കുഗ്രാമമാണ്, അത് പറ്റില്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ പോകും. ഇന്ന് സെനഗിൽ പോയി വേർക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, ഞാനൊരു സുന്നിയാണ്, നിങ്ങളൊരു വഹാബിയാണ്, വഹാബിയായ നിങ്ങൾ എന്നെ കൊണ്ട് എന്തിനെ പിന്നെ വേർപ്പിക്കണം? ഞാൻ ചോദിക്കാൻ ധൈര്യം വരുമോ? തലവിട്ടില്ലേ? അള്ളാഹനെ പേടിച്ചവർക്ക് ആരും പേടിയുണ്ടാവില്ല. മോഹവും ഇല്ല. അടിമയുടെ ഹൃദയത്തിലേക്ക് അള്ളാഹു നോക്കാൻ അടിമ എന്താ ചെയ്യണ്ടേ? പറയും. ഞാൻ ഒരൊറ്റ മൊഴി പറഞ്ഞുതരാം. നിങ്ങൾ നേരം വെളുക്കുന്നവരെ അത് വേറൊന്നും മറ്റിരുന്നിട്ട് നിങ്ങൾ ക്ലാസ്സിൽ വന്നവരോട് എനിക്കൊരു സന്തോഷം കൊണ്ട് പറയാണ്. പറയും. ഒരു മനുഷ്യൻ നന്മ എവിടെയാണ് അറിയാം? അറിയില്ലെങ്കിൽ അറിയില്ല, അറിയാം. ഞാൻ പറഞ്ഞുതരാം. ഞാനാണല്ലോ ബാങ്കിലെ ക്യാഷ്യർമാരിരിക്കണ മാതിരി അങ്ങനൊരു കൂട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കണം. അപ്പം ഞാനല്ലേ പറഞ്ഞു തന്നെ, ഒരു മനുഷ്യൻ്റെ നന്മ എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ്റെ നന്മ എവിടെ? അവൻ്റെ സകല കാര്യവും അള്ളാഹുവിൻ്റെ താല്പര്യത്തിലായി തരികയാണ്. അത് മാത്രമാണ് നന്മ. ബാക്കിയൊന്നും നന്മയില്ല, ഒന്നും നന്മയില്ല. ഒറ്റ നന്മയുള്ളൂ, അവൻ്റെ എല്ലാ കാര്യവും അള്ളാഹുവില്ലാതെ ഒരു ലക്ഷ്യവുമില്ല. ആരല്ലാതെ അള്ളാഹു. ചിലപ്പോൾ തെറ്റാലോ, മനസ്സുമല്ലല്ലോ. മനസ്സിലായിരുന്നു നിങ്ങൾക്ക്? തെറ്റും ചിലപ്പോൾ തെറ്റും. അടിമക്ക് തെറ്റുപറ്റി, അടിമക്ക് തെറ്റ് പറ്റാലോ. അടിമ ഉടമയല്ലല്ലോ, അടിമല്ലേ, തെറ്റാലോ. പക്ഷെ തെറ്റ് പറ്റിയപ്പോഴും അതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം അള്ളാഹുവാണ്. അങ്ങനെ ആകുമ്പോൾ ഒരു ഉത്തരത്തിലെത്തും. ശരിയൊന്നും ശരിയാവില്ല, തെറ്റൊന്നും തെറ്റാവില്ല. ഒന്നെന്ന് പറയണ്ട. ചില ശരികൾ ശരിയല്ല, ചില തെറ്റുകൾ തെറ്റുമല്ല. ചില ശരികൾ ശരിയാവില്ല, ചില തെറ്റാവില്ല. അള്ളാഹു മാത്രമാണ്. തെറ്റുപറ്റിയാൽ പോലും അള്ളാഹുവാണ്. ഒന്നിനും പേടിക്കരുത്. ഖബറിന് ഇന്ന് രാവിലെ ഒരാൾ നമ്മൾ ഉറങ്ങുന്ന നേരത്തായിരിക്കും ലേഖനം എഴുതിയിട്ട് എൻ്റെ മൊബൈലിൽ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് എഴുതിയിട്ടുണ്ട്. കേരളത്തിലെ പ്രഗത്ഭനായ ഒരു സാഹിത്യകാരൻ, ഒരു പ്രഗത്ഭമായ പത്രത്തിൻ്റെ എഡിറ്റർ, ഇന്ന് കോഴിക്കോട് ജില്ലക്കാരനാണ്, പ്രഗത്ഭമായ പത്രത്തിൻ്റെ എഡിറ്ററാണ്. അപ്പോൾ ഇന്ന് വെളുപ്പാങ്കാലത്തായിരിക്കും ലേഖനം എഴുതി ഒക്കെ വിട്ടിട്ടുണ്ട്. എൻ്റെ മൊബൈലിലുണ്ട് ഒരു ലേഖനം വന്ന് കിടക്കണം. അപ്പോൾ അയാൾ എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരാളാണ്, നല്ലൊരാളാണ്, നല്ല മനുഷ്യനാണ്. അപ്പോൾ അയാളതിൽ വേദനയോടെ എഴുതിയാണ്. റമദാൻ അവസാന ഭാഗം ഖബറിൽ പോയി കിടക്കേണ്ടതല്ലേ, ഖബറില്ലേ, അങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ. അതൊക്കെ ഒരു നിലക്ക് പേടിയാണ്. പക്ഷെ മുഅ്മിനിനെ ഒരിക്കലും ഖബറിനെ പേടിക്കാൻ പാടില്ല. എന്ത് ഖബർ, എന്ത് വർത്താനം, എന്ത് ഖബർ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഖബറിനെ പേടിച്ച് അതൊക്കെ ഒരു തലാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും പേടിയുള്ള ആൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറിന് ഭയപ്പെട്ടുകൊണ്ട് ഹബീബ റസൂലുള്ളാഹി പറഞ്ഞ എത്ര ഹദീസുകളുണ്ട്. നരകത്തിന് ഭയപ്പെട്ട് ഹബീബ നബി പറഞ്ഞ എത്ര ഹദീസുകളുണ്ട്. ഒന്നിനും പേടിക്കണ്ട. ദുനിയാവിനെ മാത്രം പേടിച്ചാൽ മതി. ദുനിയാവിനെ പേടിച്ചാൽ മതി. ഈ ലോകത്തെ ഏറ്റവും പേടിക്കേണ്ട സാധനം ദുനിയാവ്. ബസ് രണ്ടാമത്തെ സാധനമല്ല. നരകം പോലും ദുനിയാവിനെ പേടിക്കും പോലെ പേടിക്കേണ്ട സാധനമല്ല. നരകം നിന്നെ ചതിക്കൂല. നരകം ഒരു സുനിശ്ചിതമാണ്. ദുനിയാവ് നിന്നെ ചതിക്കും. നിങ്ങളെൻ്റെ കൂടെ
അവിടെ ഇല്ല. നിങ്ങളുടെ കൂടെ ഉണ്ടോ? മനസ്സിലായി ഞാൻ പറഞ്ഞത്? നരകത്തിന് പേടിക്കണ്ട. ഞാൻ പേടിക്കണം. എപ്പോൾ പേടിക്കണം? നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല. ഞാനൊരു ഉത്തരം പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഏറെയും കുറഞ്ഞൊക്കെ വാക്യങ്ങൾ കിടക്കും, പക്ഷെ ഒരു ഉത്തരാണ് ഈ പറയുന്നത്. അല്ലാഹ് മനഖാഫല്ലാഹ മനഖാഫല്ലാഹ ഖാഫ കുല്ലു ഷൈഇൻ എന്നാൽ അതിൻ്റെ അർത്ഥം എന്താ? ഓനെല്ലാവരും പേടിക്കും എന്ന് പറഞ്ഞാൽ നരവൊന്നും അവനെ പേടിക്കൂല, ഓൻ്റെ അയൽവാസി അവറാൻ കുട്ടിയെ പേടിക്കുള്ളൂ, അങ്ങനെ അർത്ഥം ഉണ്ടോ അതിന്? എന്താ അതിനർത്ഥം? പറയും. മൻ ഖാഫല്ലാഹ ഖാഫ കുല്ലു ഷൈഇൻ. അവൻ അള്ളാഹിനെ പേടിച്ചാൽ അവനെല്ലാവരും പേടിക്കുന്നതാണ്. അവൻ്റെ അയൽവാസി അവറാൻ കുട്ടിയെ പേടിക്കും, നരവൊന്നും അവനെ പേടിക്കൂല, അങ്ങനെയാണോ? പറയൂ. ഒരാൾ അള്ളാഹിനെ പേടിച്ചാൽ അവനെ നരകവും പേടിക്കും, എന്തും പേടിക്കും. അവനെ പേടിക്കാത്തൊന്നും ഉണ്ടാവില്ല, ഒന്നും പേടിക്കൂല. സിറാത്ത് പാലം എന്തിനും അങ്ങനെ പോകുന്നല്ലോ. അങ്ങനെയൊക്കെ ഹദീസുണ്ട്. പറവയെ പോലെ കിടക്കും. പറവ പാലത്തോട് നടക്കലുണ്ടോ? ഒരു പാലത്തിൻ്റെ നേരെ മുകളിലൂടെ പറവ പോയിക്കൂടെ? പോകലുണ്ടോ? അല്ലേ? പാലത്തും ഇങ്ങനെ പോവുക. നമ്മൾ കാറുമില്ലോ ബസ്സിലോ നടന്നോ പോണ പാലത്തിൻ്റെ അതേ സ്പേസിൽ ഒരു പറവക്ക് പോയി കൂടെ പോകാം. നടന്നാ പോലെ. പിന്നെ പറവക്ക് എന്ത് സിറാത്ത് വരാം? എന്ത് പാമ്പം പാലും, എന്ത് ഫറോക്ക് പാലും, എന്ത് കരിമ്പഴ പാലും, എന്ത് ജാലിയർ പാലും. പറവക്ക് കൽബർക്കൽ ഖാത്തിഫി കത്വാഇറൻ പറവയെ പോലെ നിന്നെ സിറാത്ത് പാലത്തിൽ പിടിക്കുന്നത്. സിറാത്ത് പാലത്തിലെ ഒരു കൊക്കയിൽ റബീഅത്ത് മുദർ കബീലക്കാരെ ആളുകളെക്കാൾ കൂടുതൽ ആളുകളെ ഓരോ കൊക്കയും പിടിക്കും. അങ്ങനത്തെ അറ്റമില്ലാത്ത കൊക്കകളുണ്ട്. എന്ത് എവിടെ? സിറാത്ത് പാലത്തിൽ. ഇനിയിപ്പോൾ എന്താ? കൂളിമാട് പാലത്തിനൊക്കെ കൊക്ക വെച്ചു, പറിച്ചിക്കൊല്ല പ്രശ്നമുണ്ടോ? പറ മനുഷ്യ, പിന്നെന്താ നീ പേടിക്കുന്നത്? എന്തിനാണ് പേടിക്കുന്നത്? നീ അള്ളാഹിനെ പേടിച്ച ഒന്നിനെ പേടിക്കണ്ട. പക്ഷെ എന്നെ ചതിക്കും. ആര് ചതിക്കും? ബസ് രണ്ടാമത്തെ ആൾ ചതിക്കൂല. രണ്ടാമത്തെ ആൾ ചതിക്കേയില്ല. ഇബ്ലീസ് ദുനിയാവ് കാട്ടിയേ ചതിക്കുള്ളൂ. ഇബ്ലീസിന് ഒറ്റയ്ക്ക് നമ്മൾ ചതിക്കാൻ കഴിയില്ല. ദുനിയാവ് വസീലയാക്കാതെ ഇബ്ലീസിന് ചതിക്കാൻ കഴിയില്ല. എന്തിനാ ഓനെ വെറുതെ ചീത്തറിയും? ഓനോൻ്റെ വയ്ക്കോട്ടെ. ദുനിയാവിനെ മാധ്യമമാക്കാതെ ഇബ്ലീസിനെ ചതിക്കാൻ കഴിയില്ല. അതിൽ ദുനിയാവിൽ നിനക്ക് രക്ഷയില്ലെങ്കിലോ പിന്നെ അങ്ങനെ ചതിക്കാം? നിങ്ങൾ ചിന്തിക്കുക. ومن برسول الله لم يخش المدى 1975 മരിച്ച മനുഷ്യനാണ് എഴുതിയത്. അഗാദി സബൂഹ عند أفضل المرسلين. ഞാൻ എല്ലാ രാവിലെയും റസൂലുള്ളാഹിന്റെ അടുത്ത് പോയി വരും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കഴിഞ്ഞു വരില്ലേ? അതിവിടെ വായിച്ചില്ലേ? അർത്ഥം വെച്ചില്ലേ? ഈ മനുഷ്യൻ്റെ നാട്ടിൽ നിന്ന് 8861 കിലോമീറ്റർ ഉണ്ട്. എങ്ങോട്ട്? മദീനത്തേക്ക്. എല്ലാവരും പോയി. 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം 1900 ജനിച്ചിട്ട് 1975 മരിച്ചു. ഇബ്രാഹിം നിയാസ് കൗലാഖി അദ്ദേഹത്തിൻ്റെ കിതാബാണ്. എന്നിട്ട് അടുത്ത വരി എന്താ? റസൂലിനെ കൊണ്ട് പിടിച്ചു നിൽക്കുന്ന ഒരാൾക്ക് ഒരു പ്രതിസന്ധിയും ഭയപ്പെടേണ്ടതില്ല. റസൂലുള്ളാഹിന്റെ കാര്യം ഏറ്റെടുത്തിട്ടുണ്ട്. എന്നെ റസൂലുള്ളാഹി സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ എന്താ പേടി? എൻ്റെ മോഹം എന്താണ്? മോഹം ഞാൻ പറഞ്ഞില്ലേ, സൗദി രാജാവ് ബ്ലാങ്ക് ചെക്ക് കൊടുത്ത സംഭവം. രാജാവിൻ്റെ പാരിതോഷികം ഒരാൾ തരിയല്ലേ, മടക്കിയില്ല, വാങ്ങി. പിന്നെ ഹറമിലേക്കാണ് വന്ന്. ഹറമിലെ തവാഫ് ചെയ്ത് ഇബാദത്ത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഒരു ബുക്ക് സ്റ്റാൾ കണ്ടു. ആ ബുക്ക് സ്റ്റാൾ ബ്ലാങ്ക് ചെക്ക് 50 കോടി എടുക്കാം. കാരണം രാജാവിന് അത്ര ഇഷ്ടമാണ് ഇയാളെ അത്ര ഇഷ്ടമാണ്.
ഞങ്ങളോട് പറഞ്ഞില്ലേ ആഫ്രിക്കയിലെ കുഗ്രാമമായ സെനഗിലെ കൗലക്കിലേക്ക് ആര് പോയി? ഫൈസൽ രാജാവ് പോയി. സെനഗലിലെ അന്നത്തെ രാജാവ് പറഞ്ഞു, നിങ്ങൾ പണ്ഡിതനെ അങ്ങോട്ട് വിളിപ്പിക്കുക, അങ്ങോട്ട് അത് കുഗ്രാമാണ്, അത് പറ്റൂല, ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ പോകും. ഇന്ന് സെനഗിൽ പോയി ദ്വാരക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, ഞാനൊരു സുന്നിയാണ്, നിങ്ങളൊരു വഹാബിയാണ്, വഹാബിയായ നിങ്ങൾ എന്നെ കൊണ്ട് തന്നെ പിന്നെ അത് ദ്വാരപ്പിക്കണം? ഞാൻ ചോദിക്കാൻ ധൈര്യം വരും? തലയോട്ടില്ലേ? അള്ളാനെ പേടിച്ചവർക്ക് ആരും പേടിണ്ടാവില്ല. മോഹവും ഇല്ല, കാര്യങ്ങളൊക്കെ നടന്നാൽ പിന്നെന്താ? ഒന്നുമില്ല. നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ബക്കറ്റ് പിരിവ് കൊടുക്കാൻ കഴിയും, കാറിൽ യാത്ര ചെയ്യുമ്പോൾ ബക്കറ്റ് പിരിവ് കൊടുക്കാൻ കഴിയില്ല. എനിക്കൊരുപാട് അനുഭവമാണ്, തിരിഞ്ഞിട്ടില്ല. ബസ്സിൽ യാത്ര ചെയ്ത് വന്ന ആളുകൾക്ക് ബക്കറ്റ് പിരിവ് കൊടുക്കാം, കാറിൽ യാത്ര ചെയ്ത് വന്ന ആളുകൾക്ക് 90% ബക്കറ്റ് പിരിവ് കൊടുക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? എന്ത് മനുഷ്യന്മാരാണ്! അപ്പൊ ബസ്സിൽ യാത്ര ചെയ്ത് വരുന്ന ആളുകൾക്ക് ബസ് കൂലി കൊടുക്കണ്ടേ? എന്ത് മനുഷ്യന്മാരാണ് പഠിച്ചവന്! ബസ് കൂലി കൊടുക്കണ്ടേ? അപ്പോൾ അവന് പോക്കറ്റിൽ എന്ത് ചെയ്യും? ഇപ്പൊ ആഴ്ചയിൽ ഒരു ദിവസം എണ്ണ ഫുള്ളാക്കിയിട്ട് അടിച്ച്, ഫുൾ ടാങ്ക് എണ്ണ അടിച്ച്. പിന്നെ ഞാൻ മൂത്തരത്തേക്ക് ഇവിടുന്ന് ഒരു 10-60 കിലോമീറ്റർ ഉണ്ട്, പോയി വന്നു. ഒരു പൈസ ഇല്ലാത്ത പോക്കറ്റിൽ വരും. എന്തുകൊണ്ട്? അവന് ആവശ്യമില്ല. അപ്പോൾ പൈസ പോക്കറ്റിട്ട് അത് ഭാരല്ലേ? എവിടെ പോയാലും ആഗ്രഹിച്ച് നടക്കുന്ന ഒരാൾക്ക് പിന്നെ പൈസ കരുതാൻ ബുദ്ധിമുട്ടല്ലേ? പിന്നെ പൈസ ബുദ്ധിമുട്ടല്ലേ? അത് ചില്ലറ അങ്ങനെ കിലുങ്ങും. സുജൂദിലേക്ക് പോകുകയാണെങ്കിൽ അത് കിലു പോവും, ബാക്കിയുള്ളവർ ഡിസ്റ്റർബ് ആവും. അപ്പോൾ അപ്പുറത്താണ് ഈ തന്ത എന്തത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ വിചാരിക്കും. നേരത്തെ വെച്ച് ഒരാഴ്ചയിൽ ഫുൾ ടാങ്ക് എണ്ണ അടിച്ചു, പോയി വരുന്ന ഓൻ്റെ കയ്യിൽ എന്തില്ല, പൈസ ഇല്ല. പെരിയെന്ന് തിന്നുപോയാൽ പിന്നെ ചായൻ്റെ ആവശ്യമില്ല, അപ്പോൾ തീരെ ഒന്നും എടുത്തിട്ടില്ല. ഇവിടുന്ന് അറുക്കുറാന്ന പൈസ എന്തെങ്കിലും ചായ വെള്ളം കിട്ടും, പെരിയെന്ന് കിട്ടും. പിന്നെ ഓനെന്തിനാ പൈസ? ഇത് നേരെ ഒന്ന് വലുതാക്കി നോക്കി, ഇതാണ് വലുതാക്കി കളി. എത്ര കോടി എടുത്താലും രാജാവിന് ഇഷ്ടം, എത്ര കോടി എടുത്താലും രാജാവിന് ഇഷ്ടം. കാരണം രാജാവിന് അയാൾ അത്ര ഇഷ്ടം. രാജാവ് ബ്ലാങ്ക് ചെക്ക് കൊടുത്തു. എന്താ ബ്ലാങ്ക് ചെക്ക് കൊടുക്കുന്നത്? മൂപ്പര് ഇഷ്ടത്തിനടുത്തോട് ഹറമിൽ വന്ന് നിസ്കാരം കഴിഞ്ഞ് തവാഫ് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഒരു ബുക്ക് സ്റ്റാൾ കണ്ടു. ആ ബുക്ക് സ്റ്റാളിൽ കയറി അങ്ങനെ പേര് ഒരു കിതാബ് എടുത്തു. എത്ര? 5 റിയാൽ. ആ ചെക്ക് അവിടെ കൊടുത്തു. 5 റിയാൽ എത്തിച്ചു. 5 റിയാൽ. എന്തുകൊണ്ട്? അതാണ് ശരി. എന്തുകൊണ്ട്? അയാൾക്ക് പറയാൻ ആവശ്യങ്ങളില്ല, ഒരു ആവശ്യമില്ല, ഒരു കാര്യം ആവശ്യമില്ല. പിന്നെ ഇത് രാജാവിനെ തൃപ്തിപ്പെടുത്താൻ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ അയാൾക്ക് ഞാൻ തന്നപ്പോൾ വാങ്ങിയില്ല എന്ന് വേണ്ട. എങ്ങനെയുണ്ട്? ഇവരാണ് മുഅ്മിനീങ്ങൾ. അങ്ങനത്തെ ആളുകൾ കൂടെ വന്നിരിക്കുള്ളൂ, അതെന്നെ അപ്പോഴേ വന്നിരിക്കുള്ളൂ. സെനഗലിൽ പള്ളി എടുത്തപ്പോൾ രാജാവ് അറിയിച്ചു, ഞാൻ കയറ്റിത്തരാം. വേണ്ട. സാധുക്കളോട് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നവർ കൊടുത്തോളി. സാധുക്കളൊക്കെ കൊടുത്തു. പള്ളിയിൽ ഉദാഹരണത്തിനെന്ന് പറഞ്ഞു, എൻ്റെ പള്ളിക്കാരൊക്കെ ദാനം ചെയ്തു, അവർക്കൊക്കെ അള്ളാഹു സ്വർഗം കൊടുക്കുമെന്ന് എനിക്ക് അള്ളാഹുവിൽ നിന്ന് അറിയപ്പെട്ടിരുന്നു. മുബശ്ശിറാത്തുണ്ടാവില്ല മുഅ്മിനീങ്ങൾക്ക്. അള്ളാഹിൻ്റെ അറിയിപ്പ് ഇവിടെ വഹി മുടങ്ങിയിട്ടുണ്ട്, വഹി നിലച്ചു, മുബശ്ശിറാത്ത് മുടങ്ങിയിട്ടില്ല. മണിമാളികകളുണ്ടാവും സ്വർഗത്തിൽ. റബ്ബിനോട് പറഞ്ഞിട്ടുണ്ട്. ഈ മനുഷ്യൻ 925 മരിക്കുന്നത്. ഒരു രാജാവിനും പേടിയില്ല, ഒരു പ്രജനും പേടിയില്ല, ആരും പേടിയില്ല. ഖബറിനെ പേടിയാകാൻ കാരണം എന്താ? നമ്മൾ നേരില്ലാത്തതുകൊണ്ടാണ്. അല്ലാതെ എന്താ? നമ്മൾ നേരാണെങ്കിൽ ഖബറിനെ പേടിക്കണ്ട. അതങ്ങനെ നമ്മൾ നേരെ
കാര്യമാണെങ്കിൽ ഖബറും പേടിക്കണ്ട, പള്ളിക്കാടും പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട. ആരെ പേടിക്കണം? അല്ലാഹ്. എന്താണ് അല്ലാഹനെ പേടിക്കണത്? എന്താണ് അല്ലാഹനെ പേടിക്കണത്? എവിടെയാണ് അല്ലാഹനെ പേടിക്കണത്? അലക്കി തേച്ച വാക്കുകൾ പറയും, അതിന് നിങ്ങൾ ബേജാറുണ്ട്. അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ, അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അതിന് അലക്കി തേച്ച വാക്ക, അതാഗ്രഹമില്ലാത്തില്ല. അള്ളാഹിനെ പേടിക്കാന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സ്നേഹം നഷ്ടപ്പെടുമോ എന്ന് പേടിക്കലാണ്, അള്ളാഹുവിൻ്റെ കോപം വരുമോ എന്ന് പേടിക്കലാണ്. നരകം പേടിക്കുകയുണ്ട. ആർക്ക്? മുഅ്മിനീങ്ങൾക്ക്. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ. നരകം അങ്ങോട്ട് പേടിക്കും. ആ അവസ്ഥയിലേക്ക് ഒരാൾക്ക് ഉയരാൻ കഴിയും. അള്ളാഹു തൗഫീഖ് തരും. മനസ്സറിഞ്ഞ് പറയും, അള്ളാഹു തൗഫീഖ് തരും. കഴിയും കുട്ടികളെ, തീർച്ചയായും കഴിയും. ദുനിയാവ് ചതിക്കരുത്, ദുനിയാവ് അവനെ ചതിക്കണിയരുത്. പിന്നെ എന്തിനു പേടിക്കാൻ? എന്ത് വർത്താനങ്ങൾ പറയുന്നത്? നമ്മൾ ഖബറിനെ പിടിച്ച് നമ്മൾ അള്ളാഹിൻ്റെ അടുത്തെത്തിയില്ലെന്നല്ല എൻ്റെ അർത്ഥം. അള്ളാഹിൻ്റെ അടുത്തെത്തിയാണ് ഖബറിനെ പിടിക്കുന്നത്. എടാ, DGPയുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടായാൽ എന്തിനാണ് പോലീസ് സ്റ്റേഷനെ പിടിക്കുന്നത്? DGPയുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടായ ഒരാൾക്ക് എന്തിനാ പോലീസിനെ പിടിക്കുന്നത്? DGPനെ പിടിക്കും. എന്തുകൊണ്ട്? എന്തൊരു മൂപ്പര് തല്ലുവന്നോ? മൂപ്പര് നമ്മളെ ഒഴിവാക്കുമോ? അതാ പ്രശ്നം. അത് ഒഴിവാക്കി കഴിഞ്ഞു. അതൊഴിവാക്കി മറ്റൊന്ന് പേടിയൊന്നുമില്ല. DGPയുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടായ അത്രയും പ്രധാനപ്പെട്ട ഒരാൾക്ക് കേരളത്തിൽ ഏത് പോലീസിന് പേടി? പോലീസ് ഇയാളെ പഠിക്കില്ലേ? മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ. എല്ലാ പോലീസും ഇയാളെ പഠിക്കില്ലേ? അതിനൊരു വഴിയില്ല. ഒരു നിസ്കാരം വഴിയില്ല, ഒരു തറാവീഹ് നിസ്കാരം വഴിയില്ല. അതൊക്കെ നാടകങ്ങൾ. ഇതില്ലെങ്കിൽ അത് നാടകം, ഇതുണ്ടെങ്കിൽ അതൊരു ഇബാദത്ത. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇങ്ങോട്ടോക്കി എന്താ പറഞ്ഞത്? അള്ളാഹിനെ ഭയം. എന്താ ഭയം? അള്ളാഹ് ശിക്ഷിക്കോന്നല്ല. അള്ളാഹ് ശിക്ഷിക്കോ എന്നാൽ നരകത്തെ പേടിക്കുന്നത്. അള്ളാഹിനെ പേടി. കാരണം എന്തുകൊണ്ട്? പേടി. ചിലപ്പോൾ ശിക്ഷ ആഗ്രഹിക്കും, ചിലപ്പോൾ ശിക്ഷ ആഗ്രഹിക്കും. ബാപ്പ കോഴിക്കോട്ട് അങ്ങാടിക്ക് ഹോൾസെയിൽ ചരക്കിടം എടുക്കാൻ പറഞ്ഞേച്ച് ഒരുത്തൻ 50,000 രൂപയും കൊടുത്ത്. ബാപ്പാക്കൊരു പീടിക കച്ചവടമുണ്ട് മുത്തടുത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ മനസ്സിലാവേണ്ട പറഞ്ഞേ. ചരക്കെടുക്കാൻ പറഞ്ഞു 50,000 രൂപ. ഇവിടെ സാധനമില്ല, ഇവിടെ ചാപ്പൻ പഞ്ചാര ചാക്കില്ല, മറ്റേ ഇല്ല. 50,000 രൂപ കൊണ്ടുവരാം. മോൻ കോഴിക്കോട്ട് അങ്ങാടിയിലെത്തിയപ്പോൾ മോൻ തോന്നി ഒന്നാണ് പോയാലോ. റെയിൽവേ സ്റ്റേഷൻ പോയി കള്ള വണ്ടികളെ ഓമ്പി പോയി. ഭയങ്കര സ്നേഹമുള്ള വാപ്പയാ. ഒരു സമയത്ത് ചീത്താൻ പിന്നെ ചതിച്ചു, അവൻ പോയി. പിന്നെ അവൻ 50,000 ഉറുപ്പ്യം തീർത്ത് കുതിരോട്ട് ഉടനെ പോന്നു. ബാപ്പ അങ്ങനെ മരത്തെ കസേരയിൽ ഇരിക്കുക. അപ്പോഴപ്പം വരുന്നത് അങ്ങനെ കയറി വന്നു. അവിടെ അങ്ങനെ നിന്നു. ബൈക്കോറും പോവില്ല. എന്തുകൊണ്ട് ഇനി അവന് കിട്ടേണ്ടത്? എന്ത്? തല്ലിട്ടാൽ പോവില്ല. തല്ലിട്ട് സന്തോഷമാവും, തല്ലിട്ടില്ലെങ്കിൽ വിഷമാവും. കാരണം ബാപ്പാൻ്റെ ഇഷ്ടം ഇനി തല്ലല. അപ്പോൾ പറയും ഞാൻ 50,000 നാശാക്കി പകരം തല്ലും വാങ്ങിയപ്പോൾ ഒരു സന്തോഷമായി. എന്നെ അടിച്ചപ്പോഴെങ്കിലും ബാപ്പക്കൊരു ആശ്വാസമായല്ലോ. ബാപ്പ അടിച്ചില്ല, പോവില്ല, പോയിക്കോ, പോവില്ല. أريدك للثواب ولكني أريدك للعقاب. സുബ്ഹാനല്ലാഹ്. അതും മനുഷ്യന്മാരിൽ വീട്ടില്ലേ. ഉരീദുക, എനിക്ക് നിന്നെയാണ് ആവശ്യം. ഉരീദുക, എനിക്ക് നിന്നെയാണ് ആവശ്യം. ഉരീദുക ലാ ഉരീദുക ലിസ്സവാബി, എനിക്ക് നിന്നെ കൂലി തരാൻ ആവശ്യമില്ല. വലാകിന്നി ഉരീദുക ലിൽഇഖാബി, എനിക്ക് നിന്നെ ശിക്ഷ തരാനാണ് ആവശ്യം. എന്നെ ശിക്ഷിക്കണം. കാരണം ഞാൻ കളിച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് ഏതായാലും എന്തുവേണ്ട പറയും, എന്തുവേണ്ട? കൂലി വേണ്ട, ശിക്ഷ വേണം.
കാരണം അത്രയും സ്നേഹമുള്ള നിന്നോട് ഞാൻ എതിര് പ്രവർത്തിച്ചു. അപ്പം നിങ്ങൾക്ക് തല്ലുറപ്പാണ്, നീ കുറച്ച് എന്നെ ശിക്ഷിക്കുക. അപ്പോൾ തിരിച്ചു കിട്ടണം. എന്ത്? ബാപ്പ അടിച്ചതുമില്ല, അന്നത്തോടുകൂടെ ഓനോട് ഒഴിവാക്കുകയും ചെയ്ത്. അപ്പോൾ ഓന് നഷ്ടമാണ്. എന്ത് പറയാ? എന്ത്? ബാപ്പ ഒഴിവാക്കി. ബാപ്പ നല്ല ചോരിലെടുത്ത് അടിച്ച് അടിയോടടി. അപ്പോഴൊക്കെ ഓരോ അടിക്കും പറഞ്ഞു, ഇനി കാട്ടൂല ബാപ്പേ, ഇനി കാട്ടൂല ബാപ്പേ. അപ്പൊ ബാപ്പ ഉറപ്പായി, ഞാൻ കാട്ടൂല, ഞാൻ ബിരിയാണി കൊടുക്കും. മറ്റേ അടിച്ചതുമില്ല. ഞാൻ അടുത്ത വീട്ടിലേക്ക് പീടിക്കൊരു മീൻ വാങ്ങാൻ ഒരു 25 ഉറുപ്പ്യ വരെ എൻ്റെ കൊടുക്കൂല. കാരണം വേറെ തന്നെ പ്രശ്നം. നേരെ ഒന്നല്ലടം പേടിക്കണ്ട, അല്ലാഹ് റബ്ബിനെ പേടിക്കണം, റബ്ബിനെ പേടിക്കണം. അതിന് ദുന്യാവിൻ്റെ ചതി ഒഴിവാക്കണം. ദുന്യാവിന് കിട്ടിയാലെന്ത് പോയാലെന്ത്, ദുന്യാവല്ലേ. കോഴിക്കോട് അങ്ങാടിയിലെ സൂപ്പർ മാർക്കറ്റിൽ, വലിയൊരു സൂപ്പർ മാർക്കറ്റിൽ ഒരു ഏരിയ പൊളിച്ച് സെന്റിന് 50 ലക്ഷം 75 ലക്ഷം കൊടുത്തിച്ച് വാങ്ങി. 10 സെന്റ് വാങ്ങി. എന്നിട്ട് അവിടെ എന്ത് ചെയ്ത്? ഭയങ്കര സൂപ്പർ മാർക്കറ്റ് കിട്ടി. സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനത്തിന് തങ്ങന്മാരും മൂല്യന്മാരൊക്കെ വരുന്നതിന്റെ തലേന്ന് രാത്രി മരിച്ച്. എന്താ കാര്യം? ചുട്ടിയല്ലേ, ദുന്യാവ് വെട്ടിത്തരല്ലേ. പിന്നെന്തിനുണ്ടാക്കണം? ഉണ്ടാക്കാതൊക്കെ ഉണ്ടാ. എനിക്കല്ല. രണ്ടാമത്തെ ഒരാള് എൻ്റെ അടുത്ത് പൈസ ഉണ്ട്, എൻ്റെ അക്കൊക്കെ വീട്ടിലുണ്ട്. ഓൻ സൂപ്പർ കോഴിക്കോട് അങ്ങാടിയിൽ 1 കോടി ഉറുപ്പ്യക്ക് 20 സെന്റ് ഭൂമി വാങ്ങി, 25 ഭൂമി വാങ്ങി, 50 സെന്റ് ഭൂമി. എത്രക്ക്? 50 കോടി ഉറുപ്പ്യക്ക് ഭൂമി വാങ്ങി. എന്നിട്ട് അവൻ 500 കോടി ഉറുപ്പ്യൻ്റെ ബിൽഡിങ് സൂപ്പർ മാർക്കറ്റ് കിട്ടി. എന്തേ? ഓനെൻ്റെ അക്കൊക്കെ വീട്ടുന്ന ആളാണ്. കുട്ടികൾക്ക് ഭാവിയിൽ ഉണ്ടാവും ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു. തലേന്നും മരിച്ചാൽ ഓന് നഷ്ടമില്ല. എന്തുകൊണ്ട്? 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 നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ? എന്തുകൊണ്ട്? അവനെ വേണ്ടി ഉണ്ടാക്കിയതല്ല. ഓനോണ്ട് ഉണ്ടാക്കിയില്ല. മകനെ പോറ്റി വളർത്തി, മകനെ പോറ്റി വളർത്തി. ദീനൊക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷെ മകനെ ചെയ്താൻ ചതിച്ചു. മകൻ ബാപ്പാനെ വിട്ടോടി. ഇതിന് 2 അവസ്ഥ ഉണ്ട്. ഒന്ന്, അവനെ പോറ്റലും അവനക്ക് വഴി കാണിച്ചു കൊടുക്കലും അവന് വിദ്യാഭ്യാസം കൊടുക്കലും എൻ്റെ ലാഭത്തിനല്ല, എൻ്റെ വാട്ടിരം ചെയ്തു. ആ ബാപ്പൊക്കെ ശരിയല്ലേ? അൽഹംദുലില്ലാ, നന്നെങ്കിലും അത് തടി നീങ്ങിയല്ലോ. ഇവൻ്റെ ശമ്പളം കൊണ്ട് ലാഭം കിട്ടണമെന്ന് വിചാരിച്ചാണ് ബാപ്പ ചെയ്തെങ്കിലും നാടാകെ പറഞ്ഞെടുക്കൂലേ, എൻ്റെ കുഞ്ഞമ്മ കാട്ടി പണിയുണ്ടെന്ന്. അപ്പൊ പെണ്ണുങ്ങളെ പേര് പാർക്കാത്ര എന്നെ ചതിച്ചു. അപ്പൊ നിന്റെ ആറ്റിറ്റ്യൂഡാണ് സത്യത്തിൽ നിന്നെ ചതിച്ചത്, കുഞ്ഞിമാനല്ല. അള്ളാഹു നാഫിയ ഇൽമിനെ തരട്ടെ. ഒരു പുതു മുസ്ലിമായ യുവാവ് ഇസ്ലാമിൽ വന്നു. ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അപ്പൊ അവൾക്ക് ദരിദ്രയായ പെണ്ണ. ഈ വ്യക്തി ഇന്ന് മരിച്ചിട്ടില്ല, ഈ വ്യക്തി ഇന്നുണ്ട്, ഇന്ന് ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവന് നല്ല ബിസിനസ് ഉണ്ട്. അവൻ പൈസക്ക് വേണ്ടി മുസ്ലിമായതൊന്നുമല്ല, അള്ളാഹ് ആഗ്രഹിച്ചു മുസ്ലിമായത്. അപ്പം എന്ത് ചെയ്ത് പെണ്ണ് ഈ ഇഷ്ടപ്പെട്ട ഈ പെൺകുട്ടിക്ക് സ്വർണ്ണാഭരണോ എല്ലാം വാങ്ങി കൊടുത്തു. ഓളെ കല്യാണം ഓളെ പുരക്കാർക്കൊന്നും കഴിയില്ല. സ്വർണ്ണാഭരണങ്ങളൊക്കെ വാങ്ങി കൊടുത്തു. അതിന് ശേഷം ഒരു ദിവസം സംസാരമധ്യേ ഓള് പറഞ്ഞു, എനിക്ക് ഇഷ്ടമുള്ള വേറൊരാളുണ്ടായിരുന്നു, അയാളെ കല്യാണം കഴിക്കലാണ് എനിക്കൊന്നും കൂടി ഇഷ്ടം. അപ്പോൾ ഇവൻ പറഞ്ഞു, ആയിക്കോട്ടെ എന്നാൽ ജീവൻ്റെ പോയിക്കോ. ഉമ്മാനോടും അപ്പാനോടും ഓനെ കൊണ്ടിട്ട് ചേരാൻ പറയും. പണ്ടച്ച് തരില്ല, എൻ്റെ സന്തോഷമാണ്. എനിക്ക് പണ്ടം വാങ്ങിന ഒരു ദിവസം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ പണ്ടം വാങ്ങല്, ഈ പണ്ടം കെട്ടിലാണ് എൻ്റെ ആവശ്യം. പോയിക്കോ. ആ ആളെ നമ്മളെ ക്ലാസ്സിന് ഒരാളുണ്ട്, ഞാൻ പേര് പറയാത്ത, നിങ്ങൾ റെസീറ്റും കുറ്റിയും കൊണ്ട് പിറ്റേന്ന് അയാളത്തേക്ക് പോകുന്ന പേടിച്ചിട്ടാണ്. എൻ്റെ കണ്ണ് തുറപ്പിച്ച സംഭവങ്ങളാണ് അതൊക്കെ. നമ്മ ചെന്നും ജീവിച്ചിട്ടുണ്ട്.
ഒരു കരിപ്പൊന്നു വാങ്ങിയില്ല. എന്തുകൊണ്ട്? അതോം കൊടുത്തു. ഓളെവിടെയെങ്കിലും സന്തോഷത്തിൽ ജീവിച്ചു. എൻ്റെ ഭാര്യ ജീവിക്കുന്നതിനേക്കാൾ വേറൊരുത്തൻ്റെ ഭാര്യ ജീവിക്കലാണ് ഓക്കെ ഇഷ്ടം. ആയിക്കോട്ടെ, എന്താ പ്രശ്നം? ഇത് സന്തോഷിക്കാൻ എൻ്റെ ആവശ്യം. മറ്റൊരാളെ കല്യാണം കഴിച്ചോളൂ പോയി. എന്തുണ്ട്? ഇതാ മുഅ്മിൻ. ഇതിനെ മുഅ്മിൻ എന്ന് പറയാം. ഇതിന് മുഅ്മിൻ എന്ന് പറയും. അതൊന്നും വിഷയമില്ല. കാരണം ഒന്നും നഷ്ടമില്ല. ഒന്നെന്താണ് ലാഭം? അജബല്ലി അംരിൽ മുഅ്മിനി ഫഇന്നൽ അംറ കുല്ലഹു ലഹു. മുഅ്മിൻ നഷ്ടമില്ല, ഒക്കെ ലാഭം. അള്ളാഹുവിനെ സ്നേഹിച്ചാണ്. പേടിക്കുക എന്ന് പറഞ്ഞ നരകല്ല. അള്ളാഹുവിൻ്റെ സ്നേഹം നഷ്ടപ്പെടുമോ എന്ന് പേടിക്കുക. ഈ ലോകത്തൊരാളും പേടിക്കണ്ട, അള്ളാഹിനെ മാത്രം. ഒരാളെയും പേടിക്കണ്ട. ഒരു ലോകത്തൊരാൾക്കും ഒരു രോമം തൊടാൻ കഴിയില്ല. അത് വിശ്വസിച്ചാലേ മുഅ്മിനാവുള്ളൂ. എന്താ പ്രശ്നം? നിങ്ങൾ കുറെ നാട്ടകം കുത്തുന്നത് കാര്യമില്ല, ഒറ്റ കാര്യമില്ല. ഇതുണ്ടായി 2 റക്അത്ത് നിസ്കരിച്ചാൽ 10,000 റക്അത്തിന് കൂലിട്ടു. ഇതില്ലെങ്കിൽ ഇതൊരു ഏർപ്പാട്. ചിന്തിക്ക്. ഞങ്ങളെല്ലാവരും ഇന്നലെ രാത്രി കൂടി 25 റാത്തിബയല്ലേ ഇവനുണ്ട്, ഇല്ലേ? ആയിഷുണ്ട്, അഷ്റഫുണ്ട്, സിദ്ദീഖുണ്ട്, ഉസ്താദുണ്ട്. റാത്തീബ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു മഹത്താണ്. പാട്ടുണ്ട്. ലാ റസ്സാഖ ഇല്ലല്ലാഹ്, ലാ മുഹ്സിന ഇല്ലല്ലാഹ്, ലാ വലിയ ഇല്ലല്ലാഹ്. എത്ര സ്ഥലത്താ മുഹ്യിദ്ദീൻ റാത്തീബിന്റെ റാത്തീബിലൊക്കെ ഉള്ളത്? ലാ വലിയ ഇല്ലല്ലാഹ്, ലാ നാസിറ ഇല്ലല്ലാഹ്, ലാ റസ്സാഖ ഇല്ലല്ലാഹ്, ലാ മുഈന ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിന്റെ അർത്ഥം ലാ നാസിറ ഇല്ലല്ലാഹ്, സഹായിക്കാൻ അല്ലാഹു അല്ലാതെ ആരുമില്ല. ലാ റസ്സാഖ ഇല്ലല്ലാഹ്, ഭക്ഷണം അല്ലാഹു അല്ലാതെ ഒരാൾ തരുകയില്ല. ഒരാൾ തരില്ല. അപ്പം നിനക്ക് വേറെ ആളെ കൊണ്ട് ലാഭമില്ല, നഷ്ടമല്ല. മുതലാളിമാരെ കാണുമ്പോഴൊക്കെ നമ്മളെ പോലത്തെ സാധുക്കൾ ചിരിക്കണം. ആഴ്ചയാണ് 30 പള്ളികളൊക്കെ കൊണ്ടുവന്ന് എന്ത് പറയടാ സക്കാത്ത് കൊടുക്കും. ഓ, അപ്പം ലാ റസ്സാഖ് പോയി. ഓനക്കല്ലേ ഓനാര് സക്കാത്ത് വാങ്ങുന്ന നമ്മൾ സ്വർഗത്തിൽ കിടത്തിട്ട് 500 രൂപ കൊടുക്കുള്ളൂ. ഓൻ്റെ പിന്നാലെ നടക്കുന്നതിന് സാലിഹായ മുതലാളി പോലും ഫുഖറാ സ്വർഗത്തിൽ കിടന്നതിന് ശേഷം ബഅദ 500 ആമിൻ മുസ്തഫ നബി പറഞ്ഞു. എന്റെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനാണ് പ്രയാസമുണ്ടാവുക. അശറത്തുൽ മുബശ്ശറത്ത, പക്ഷെ കുറച്ച് നേരം പോകും. അങ്ങനെ തോന്നില്ലേ? എൻ്റെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്തേ? ഭയങ്കര മുതലാളിയാ. മരിക്കുന്നതിന് തലേന്ന് സ്വർണത്തിൻ്റെ ഉരുപ്പടി വെട്ടിപ്പൊളിച്ച് ഓരോരുത്തർ കൊടുത്തയച്ച് വെട്ടിപ്പൊളിക്കാം. മഴ കൊണ്ട് വെട്ടുക. എന്ത് സ്വർണത്തിൻ്റെ പലകകൾ വെട്ടിയിട്ട് കഷ്ണാക്കി കൊടുത്തേക്കാം ഓരോരുത്തർക്ക്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എത്രയും മുതൽ കൈ കണക്കില്ല. പിന്നെന്താ ഇന്നത്തെ മുതലാളി? പിന്നെ അള്ളാഹ് വിശ്വാസമില്ല. ഇതൊക്കെ ഏർപ്പാടാണ്. എല്ലാത്തിനും എഴുതറുണ്ട്, തല നന്നാക്കാൻ എഴുതറില്ല. 30 ദിവസം നോമ്പ് ഒരാൾ നോറ്റില്ല. എന്താ പറ്റുക? റമദാൻ 30 ദിവസം ഒരാൾ നോമ്പ് പറ്റില്ല. അതിന് എഴുതറുണ്ട്. 30 ദിവസം ഭയങ്കര തിരക്കായിരുന്നു. ആംസ്റ്റർഡാം, ജനീവ, ഫ്രാങ്ക്ഫർട്ട്, എന്താ പറയുക, വാഷിങ്ടണ്, കാനഡ, ഇങ്ങനെ പറക്കണ ബിസിനസ്സിൻ്റെ തിരക്ക് ഉള്ള മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് ആ കൊല്ലം നോമ്പ് വന്നത്. അതുകൊണ്ട് എന്തുണ്ടായില്ല? പറയും മനുഷ്യന്മാരെ, എൻ്റെ ബിസിനസ്സിന് പോകുമ്പോൾ യാത്ര ഉണ്ടല്ലോ. അപ്പം എന്തായി? റമദാൻ 30 ദിവസം നോമ്പ് പറ്റില്ല. തറാവീഹ് ഉണ്ടാവുമോ? നോമ്പ് ഇന്നില്ലെങ്കിൽ പിന്നെ തറാവീഹ് ഉണ്ടാവുമോ?
പക്ഷേ അള്ളാഹിൻ്റെ അബദ്ധമാണ്. ജനീവയിലും ഫ്രാങ്ക്ഫർട്ടിലൊക്കെ നടക്കുന്നത്, ടൈയും കോട്ടൊക്കെ കെട്ടി നടക്കുന്നത്. പക്ഷെ ഈ ലോകത്തൊരാളെയും പേടിക്കൂല, ആരെല്ലാരെ അള്ളാഹു. അങ്ങനെ ഉണ്ടായിക്കൂടെ? കേറ്റ് സ്റ്റീഫൻസിനോട് അമേരിക്കൻ എയർവേസിൽ നിന്ന് എന്താ പറഞ്ഞു, ഫ്രാങ്ക്ഫർട്ടിൽ ഇറങ്ങാൻ വേണ്ടി പറഞ്ഞു. നിങ്ങളെ താടി കാണുമ്പോൾ നിങ്ങൾ ഭീകരവാദിയാണ്, അതുകൊണ്ട് അമേരിക്കയിലേക്ക് താടി കൊണ്ടുപോകാൻ പറ്റില്ല. ഒന്നിരിക്കൽ നിങ്ങൾ വാഷ് ബേസിൽ പോയിട്ട് നിങ്ങൾ താടി അടിക്കുക. ജർമ്മൻ എയർവേസ് അതല്ല അമേരിക്കൻ, ഓർമ്മയില്ല, കുറേ കാലം മുമ്പ് ഞാൻ വായിച്ചതാണ്. ലണ്ടനിൽ വരികയാണ് അയാൾ അമേരിക്കയിലേക്ക് പോവുക. അപ്പോൾ അയാളോട് ലണ്ടൻ എയർവേസ് ആണോ അതല്ല ലണ്ടൻ വിമാന കമ്പനിയാണോ അതല്ല ജർമ്മനാണോ എനിക്ക് ഓർമ്മയില്ല, അത് അമേരിക്ക ഓർമ്മയില്ല, ഏതായാലും എയർ ഹോസ്റ്റസ് വന്ന് ഇയാളോട് പറഞ്ഞു, നിങ്ങൾ ഒന്നിരിക്കൽ ഫ്ലൈറ്റിൻ്റെ വാഷ് ബേസിൻ്റെ പോയിട്ട് നിങ്ങൾ താടി പിടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രാങ്ക്ഫർട്ടിൽ ഇറങ്ങുക, നിങ്ങളെ കൊണ്ട് അമേരിക്ക പോകാൻ പറ്റില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഫ്രാങ്ക്ഫർട്ടിൽ ഇറങ്ങുക, താടി പിടിക്കില്ല. റസൂലുള്ളാഹിന്റെ സുന്നത്താണ്. ഇത് പറയുന്ന മനുഷ്യൻ്റെ ധൈര്യത്രേ. ഇയാളാരാ പച്ചക്കാഫർ ആയിരുന്നു, മുഅ്മിനാണ്. ഇപ്പോൾ അയാളുടെ പേര് യൂസുഫ് ഇസ്ലാം എന്നാണ്. അപ്പോൾ ആ ഈമാനത്രേ, അതാ ഈമാനത്രേ. ഒരാരും പഠിക്കൂല, ആരല്ലാതെ അല്ല വേറെ ആരും പഠിക്കൂല. അപ്പം എന്തായതൊക്കെ നമ്മളൊക്കെ ചിന്തിക്കണം. നമ്മൾക്ക് ഈ തറാവിയൊക്കെ സ്കെച്ചല്ലോ, നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ഈ മങ്കൂടിയോ കൂലിട്ട സ്കെച്ച് പറഞ്ഞ സ്കെച്ച് പറ, എന്താ എൻ്റെ പേര് പറ? റഷീദ്, നല്ല പേരാണ്. റഷീദ് എന്ന് പറഞ്ഞാൽ തന്നെ വിവേകമുള്ളവൻ എന്നർത്ഥം. എനിക്ക് വിവേകം ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. വലിയ തലയൊക്കെ ഇട്ടിട്ട് എന്താ കാര്യം? എൻ്റെ തലയിൽ ജാലിയത്താണ്. എന്താണ് കാര്യം? തലയെ കെട്ടിയാൽ ജനങ്ങളെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്നല്ല, എന്താണ് കാര്യം? നഷ്ടമില്ല. എൻ്റെ തലയിൽ ഇത് വേണം. ദുനിയാവിനെ പ്രേമിക്കുക, തലയെ കെട്ടിട്ട്. അള്ളാഹിനെ പ്രേമിക്കുന്ന ഒരടയാളല്ലേ തലയെ കെട്ട്. ഇന്ത്യൻ പട്ടാളത്തിൻ്റെ കോട്ടിട, പാകിസ്ഥാന് വേണ്ടി വാക്കിയ. എൻ്റെ പേരെന്താ? ചാരനല്ലേ? മൂല്യര ചാരനല്ലേ? ദുനിയാവിൻ്റെ അടിമല്ലേ? ചാരനല്ലടാ. ഈ ലോകത്ത് നിലം പഠിക്കരുത് അള്ളാഹനല്ലാതെ. പിന്നെ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരെ ഒക്കെ വഴിപ്പെടണം. അള്ളാഹുവിനെ ഭയപ്പെടുന്നവരെ ഭയപ്പെടണം. അതാർക്ക് വേണ്ടി?